ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ നന്ദു ആണെങ്കിൽ ട്രെയിനിങ് ക്യാമ്പിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ആ ട്രെയിനർ ഓഫീസർ ആണെങ്കിൽ നന്ദുവിനെ ഇട്ടിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നന്ദുവിനും ഒരു ഘട്ടത്തിൽ മനസ്സിലാവുന്നുണ്ട് ഇയാൾ തന്നെ മനഃപൂർവ്വം കഷ്ടപ്പെടുത്തുന്നതാണ്, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവായി പോകാൻ വേണ്ടിയിട്ടെന്നുള്ളൊരു കാര്യം. ഓഫീസർ ആണെങ്കിൽ വേണു പറയുന്നത് പോലെയൊക്കെ ചെയ്യുകയാണ്. ചെയ്ത് കഴിഞ്ഞിട്ട് അയാളെ കാണിച്ചു കൊടുക്കണമല്ലോ, അതിനുവേണ്ടി വീഡിയോ ഒക്കെ അയാൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. അതെല്ലാം കാണുമ്പോഴത്തേക്കും വേണുവിനും അനാമികയ്ക്കും രേവതിക്കും ഒക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കൂടുതൽ പൈസയൊക്കെ ഓഫർ ചെയ്തിട്ടും കൂടെയാണ് ആ ഓഫീസറെ കൊണ്ട് ഇങ്ങനെയൊക്കെ അവർ ചെയ്യിപ്പിക്കുന്നത്. നന്ദു ആണെങ്കിലും ചിന്തിച്ചു പോകുന്നുണ്ട്, എന്തിനാണ് ഈ ഓഫീസർക്ക് തന്നോട് മാത്രം ഇത്ര ദേഷ്യം? ഇനി ഇത് അനാമികയുടെ കളി വല്ലതും ആയിരിക്കുമോ? അനാമികയ്ക്കാണല്ലോ തന്നോട് ഏറ്റവും കൂടുതൽ ദേഷ്യം. അതുകൊണ്ട് ഇതിന് പിന്നിൽ അനാമികയ്ക്കും വേണുവിനും ഒക്കെ പങ്കുണ്ടോ എന്ന് നല്ല സംശയം തന്നെ നന്ദുവിന് തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഈ ഓഫീസറെ ഒന്ന് വാച്ച് ചെയ്യാൻ തന്നെ നന്ദു തീരുമാനിക്കുന്നുണ്ട്. വൈകാതെ ഓഫീസർ ഫോണിൽ സംസാരിക്കുന്നത്, വേണുവിനോട് സംസാരിക്കുന്നതെല്ലാം നന്ദു ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട്. ഓഫീസർ വേണുവിനോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ അവളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അവളെ എങ്ങനെയെങ്കിലും ഞാൻ ഇവിടുന്ന് SI ടെസ്റ്റ് പാസ്സാകാതെ ഇവിടുത്തെ ഈ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ഒഴിവാക്കും. എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാമെന്നാണ് അവൾ വിചാരിക്കുന്നതെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പണി ഞാൻ എന്റെ പരമാവധിക്ക് എന്നെ ചെയ്യും. ഇത് കേൾക്കുന്ന വേണു പറയുന്നുണ്ട് കേട്ടോ. ശരി സാറേ, എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അവൾ SI ആവരുത്, അത്രേ ഞങ്ങൾക്ക് വേണ്ടു. അവളെങ്ങാനും ഏതെങ്കിലും കാലത്ത് SI ആയിട്ടുണ്ടെങ്കിലേ അതിന്റെ ദോഷം മുഴുവൻ ഞങ്ങൾക്കാണ്, എന്റെ മോൾക്കാണ്. ഇപ്പൊ തന്നെ അവളൊക്കെ കാരണം എന്റെ മോൾക്ക് ജീവിക്കാനേ പറ്റുന്നില്ല. ഇനി SIയും കൂടെ ആയിട്ടുണ്ടെങ്കിൽ അവൾ എന്റെ മോളെ നിർത്തിപ്പൊരിക്കും. ഉടനെ ഓഫീസർ പറയുന്നുണ്ട്, സാറ് വിഷമിക്കണ്ട, അതിനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അവളെ ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ ഇട്ട് പെടാപ്പാട് പെടുത്തുന്നുണ്ട്. താമസിയാതെ അവള് എനിക്ക് SI ഒന്നും ആവണ്ടേന്ന് പറഞ്ഞ് ഇവിടുന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടും. അതിലേക്കാ സാറേ ഞാനിനി പോകുന്നത്. അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. സാറ് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് ഓഫീസർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതോടുകൂടി നന്ദുവിന് വ്യക്തമാകുന്നുണ്ട് ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് അനാമികയും വേണുവും ഒക്കെയാണെന്ന്. നന്ദുവിന് നല്ല വിഷമവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. തുടർന്ന് നന്ദുവും ട്രെയിനിങ് ക്യാമ്പിലെ തന്റെ കൂട്ടുകാരോടും പറയുന്നുണ്ട് ഇതിന് പിന്നിൽ അനാമികയുടെ കൈകളാണെന്ന്. അവൾ ഒറ്റ ഒരുത്തി കാരണമാണ് ആ ഓഫീസർ ഇങ്ങനെയല്ല എന്നോട് പെരുമാറുന്നതെന്ന്. എന്നാൽ കൂട്ടുകാരിക്ക് അനാമിക ആരാണെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അനാമികയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം കൂട്ടുകാരി ചോദിക്കുമ്പോൾ അനാമികയെ തനിക്ക് എങ്ങനെയാണ് പരിചയമെന്നും അവൾക്ക് തന്നോടുള്ള ദേഷ്യത്തിന്റെ കാരണമെല്ലാം നന്ദു കൂട്ടുകാരിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്നും എന്തൊക്കെ സഹിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്ക് SI ആയേ മതിയാകൂ. അതിന് ഈ പോലീസുകാരനൊരു തടസ്സമാണെങ്കിൽ അയാളെ ഒതുക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല, താൻ തന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ് കേട്ടോ നന്ദു. അതിന് വിലങ്ങതടിയായിട്ട് ഈ പോലീസുകാരനുണ്ടെങ്കിൽ അയാളെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളും നന്ദുവും കൂട്ടുകാരിയും ചേർന്ന് ആസൂത്രണം ചെയ്യുന്നുണ്ട്. പോലീസുകാരനാണെങ്കിലും തന്റെ അവസാനത്തെ പദ്ധതി എന്നോണം നന്ദുവിനെ ക്യാമ്പിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി ഒരു മാർഗം തെരഞ്ഞെടുക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അവിടെ ഒരു തല്ലങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. നന്ദുവിനോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ നന്ദു തിരിച്ച് തല്ലുമെന്നുള്ള കാര്യം അയാൾക്ക് ഉറപ്പാ. അങ്ങനെ വന്നാല് ടാസ്ക് കൊടുത്തത് ഇഷ്ടപ്പെടാതെ പോലീസുകാരനെ കയറി തല്ലി എന്ന് പറഞ്ഞാൽ നന്ദുവിന് പിന്നീട് ആ ക്യാമ്പിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. നന്ദുവിന് എന്തായാലും പുറത്തു പോകേണ്ടി വരും. അങ്ങനെ കാര്യങ്ങൾ ആ രീതിയിൽ കൊണ്ടെത്തിക്കുമ്പോൾ നന്ദു ആണെങ്കിൽ പോലീസുകാരനെ തിരിച്ച് തല്ലുന്നുമുണ്ട്. എന്നാൽ അവിടെ ഒരു വമ്പൻ ട്വിസ്റ്റ് കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് അറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ദിവസം ലഞ്ച് ടൈമിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോൾ നന്ദു മാത്രം അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് കൂട്ടുകാരി, എന്താ നീ വരുന്നില്ലേന്ന്? ഫുഡ് കഴിക്കാൻ സമയമായി, നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് അവർ പറയുമ്പോൾ നീ പോയിക്കോളാനും ഞാൻ വന്നോളാന്നും പറഞ്ഞ് നന്ദു അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നന്ദു? ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുക, നിനക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ലെന്നൊക്കെ നന്ദു മറുപടി കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് കേട്ടോ നന്ദുവിനെ അനി വിളിക്കുന്നത്. കൂട്ടുകാരിക്കും മനസ്സിലാവുന്നുണ്ട് അനിയാണ് വിളിക്കുന്നതെന്നുള്ള കാര്യം. അപ്പൊ നന്ദുവിനോട് പറയും, എന്റെ പൊന്നു മോളെ, നിന്റെ ഉരുട്ടുകളി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാ അവൻ വിളിക്കാത്തതിന്റെ സങ്കടമായിരിക്കും നിനക്കെന്ന്. എന്തായാലും നീ പെട്ടെന്ന് അവനോട് സംസാരിച്ചിട്ട് ലഞ്ച് കഴിക്കാൻ വാ. അങ്ങനെയും പറഞ്ഞ് നന്ദുവിന്റെ കൂട്ടുകാരി അവിടെ നിന്ന് പോകുന്നുണ്ട്. നന്ദു ആണെങ്കിൽ അനി വിളിക്കുമ്പോ അനിയുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കും ആ പോലീസുകാരൻ പിന്നിൽ വന്ന് നിൽക്കുന്നത്. നന്ദനയ്ക്ക് ഭക്ഷണമൊന്നും വേണ്ടേ എന്നയാൾ ഉറക്കെ ചോദിക്കുമ്പോൾ നന്ദു പേടിച്ച് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കഴിക്കാൻ പോവാണെന്ന് പറയുന്നുണ്ട്. ഉടനെ അയാൾ ചോദിക്കും, നിന്റെ കയ്യിലിരിക്കുന്ന ആ ഫോണാണോ നീ കഴിക്കാൻ പോകുന്നതെന്ന്? അത് പിന്നെ സാർ, എന്റെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, തിരിച്ചു വിളിക്കാൻ ഫോൺ എടുത്തതാ ഞാൻ. ഓ ആണോ, എങ്കിൽ പിന്നെ ഒന്ന് നോക്കട്ടെ ആരാ വിളിച്ചതെന്ന്. ഇതും പറഞ്ഞ്
നന്ദുവിന്റെ ഫോൺ അയാൾ മേടിച്ചെടുക്കുന്നുണ്ട്. അത് തിരിച്ചു തരാൻ പറഞ്ഞ് നന്ദു റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് തരണോ വേണ്ടോ എന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. ഞാൻ നിന്റെ ട്രെയിനറാ, ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാ മതി എന്നൊക്കെ പറഞ്ഞ് അയാൾ നന്ദുവിനെ പതിവ് പോലെ പേടിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുമ്പോൾ നന്ദു അയാളോട് ചോദിക്കുന്നുണ്ട്, സാർ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? സാർ എന്തിനാ ഇപ്പോൾ എന്റെ ഫോൺ വാങ്ങിക്കുന്നത്? ഫോൺ എന്ന് പറയുന്നത് ഒരാളുടെ സ്വകാര്യമാ, അത് സാറിന് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പുച്ഛത്തോടെ സംസാരിക്കുന്നുണ്ട്. അത് നീ എനിക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞിട്ട്, പിന്നെ നീ കൂടുതൽ ഇങ്ങോട്ട് പ്രസംഗിക്കാൻ നിൽക്കണ്ട, നിനക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ പോയി കഴിച്ചോ, അത് കഴിഞ്ഞാലേ നിനക്ക് അവരെക്കാൾ ഇരട്ടി ട്രെയിനിങ് ഞാൻ തരും. സാർ എന്റെ ഫോൺ തരുവാണെങ്കിൽ ഞാൻ പോയി കഴിച്ചോളാന്ന് നന്ദു പറയുന്നുണ്ടെങ്കിലും ഫോൺ തന്നാലേ നീ കഴിക്കത്തുള്ളോ എന്ന് ചോദിക്കുന്നുണ്ട് അയാള്. അതെ സാർ, എന്റെ ഫോൺ എനിക്കിപ്പോ കിട്ടണം എന്ന് നന്ദിയും വിട്ടുകൊടുക്കാതെ പറയുമ്പോ, എന്നാലേ ഞാനിത് തരില്ലെങ്കിലോ? നീ അപ്പൊ ഇന്ന് കഴിക്കണ്ട, പട്ടിണി കിടന്നോ. പിന്നെ ഒരു കാര്യം ഓർത്തോ, ലഞ്ച് ടൈം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല, ട്രെയിനിങ് പീരീഡാ, ആ സമയത്ത് നിനക്ക് വിശക്കുന്നുണ്ടെന്ന് പറയരുത്. എന്തായാലും നിന്റെ ഈ ഫോൺ കിട്ടിയിട്ട് നീ എന്തായാലും കഴിക്കില്ല മോളെ, അതുകൊണ്ട് നിനക്ക് ഇപ്പൊ കഴിക്കണമെന്നുണ്ടെങ്കിൽ പോയി കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ ആകെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് അയാൾ. നന്ദു ആണെങ്കിലും തിരിച്ചൊന്നും പറയാനാവാതെ വിഷമത്തോടെ അവിടെ നിന്നും പോകാൻ തന്നെ തയ്യാറായി നിൽക്കുന്നു. നന്ദുവിന്റെ ഫോണിലാണെങ്കിൽ ലോക്ക് ഉള്ളത് കൊണ്ട് തന്നെ ആ ലോക്ക് മാറ്റി തരാൻ അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ നന്ദു അതിന് തയ്യാറാവുന്നില്ല, എനിക്ക് പറ്റില്ലെന്ന് തന്നെ പറയും. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും പോലീസുകാരൻ ദേഷ്യത്തോടെ, അങ്ങനെയാണെങ്കിലേ നിന്റെ ഫോൺ ഇനി നീ കാണില്ലെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നന്ദു ആണെങ്കിൽ എല്ലാം കൊണ്ടും സൈ കെട്ടി ചോദിക്കുന്നുണ്ട്, സാർ എന്നോട് മാത്രം എന്തിനാ ഇങ്ങനെ വൈരാഗ്യത്തോടെ പെരുമാറുന്നത്? സാറിനോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? പോലീസുകാരൻ പറയും, മിണ്ടാതിരിക്കണി, മര്യാദയ്ക്ക് നീ ഈ ലോക്ക് മാറ്റി തന്നു, അങ്ങനെയാണെങ്കിൽ ഭക്ഷണം കഴിച്ച് നീ തിരിച്ചു വരുമ്പോഴേക്കും നിന്റെ ഫോൺ നിനക്ക് ഞാൻ കയ്യിൽ തരും. ഇനി ലോക്ക് മാറ്റി തരാൻ ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ നീ ഈ ഫോണിന്റെ കാര്യം അങ്ങോട്ട് മറന്നേക്ക്. എന്തായാലും നിവൃത്തിയില്ലാതെ നന്ദു ആ ലോക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ശേഷം ഭക്ഷണം കഴിക്കാൻ പോകുന്നു. നന്ദുവിന്റെ വിഷമഭാവം ശ്രദ്ധിക്കുന്ന കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റിയെന്ന്. അപ്പോ നന്ദു എല്ലാ കാര്യങ്ങളും ഇപ്പൊ പോലീസുകാരൻ തന്നോട് കാണിച്ച കാര്യങ്ങളെല്ലാം കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരിക്കാണെങ്കിലും നന്ദുവിന്റെ ഈ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ വളരെയധികം സങ്കടമാവുന്നുണ്ട്. നന്ദു, നിനക്ക് തീരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഈ വിവരം നിന്റെ വീട്ടിൽ അറിയിച്ചു. നിന്റെ ചേച്ചിയുടെ വീട്ടുകാര് വലിയ പേര് കേട്ടവരൊക്കെ അല്ലേ, അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉപദേശിക്കുമ്പോ നന്ദു പറയുന്നുണ്ട് കേട്ടോ, അതൊന്നും വേണ്ടെന്ന്. എന്തിനാ എന്റെ പ്രശ്നങ്ങളെല്ലാം അവരുടെ തലയിലേക്ക് വെക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നന്ദു. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ ഇതെല്ലാം സ്വയം അനുഭവിച്ചോ, അല്ലാതെ ഞാൻ എന്തു പറയാനാ? പിന്നെ നന്ദു, നീ വേഗം ഭക്ഷണം കഴിച്ച് വരാൻ നോക്ക്, ലഞ്ച് ടൈം കഴിയാറായി. ശരി, ഞാൻ കഴിച്ചിട്ട് വന്നോളാന്ന് പറഞ്ഞ് നന്ദു വിടുന്നുണ്ട് കേട്ടോ കൂട്ടുകാരിയെ. കൂട്ടുകാരി അങ്ങനെ കൈയൊക്കെ കഴുകിയും വീണ്ടും ട്രെയിനിങ്ങിന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് നന്ദുവിന്റെ കൂട്ടുകാരിയോട് ചോദിക്കുന്നുണ്ട്, നന്ദു എവിടെയെന്ന്. നന്ദു അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൂട്ടുകാരി അറിയിക്കുമ്പോൾ കൂട്ടുകാരിയോട് ഇയാൾ പറയുന്നുണ്ട്, നീ അവളോട് പറഞ്ഞേക്ക് കൂടുതൽ അങ്ങോട്ട് കയറി കളിക്കാൻ നിൽക്കണ്ടെന്നും. ഈ അവിഹിതം ഉണ്ടല്ലോ, അതെ, അത്ര നല്ല കാര്യമല്ല, കണ്ടവന്റെ മുതൽ ആഗ്രഹിക്കരുതെന്ന് പറഞ്ഞേക്ക്. അതൊന്നും ഈ പോലീസുകാർക്ക് പറഞ്ഞ പണിയല്ല. ഇവളെയൊക്കെ ആരാണോ ഇതിലേക്ക് വലിച്ചിട്ടത് എന്നൊക്കെ വളരെ തരം താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് നന്ദുവിനെ പറ്റി. ശേഷം നന്ദുവിന്റെ ആ ഫോണും നന്ദുവിന് കൊണ്ടുപോയി കൊടുത്തോളാൻ പറഞ്ഞ് കൂട്ടുകാരിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അനാമികയുടെ വീടാണ്. അനാമികയുടെ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ ഒന്നുകൂടെ അങ്കിളിനെ ഒന്ന് വിളിച്ച് ചോദിക്കും, അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാലോ. മാത്രമല്ല ഒരു വീഡിയോ കൂടെ എടുത്ത് അയച്ചു തരാൻ പറ അയാളോട്. അപ്പോൾ വേണു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ എപ്പോഴും ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അതൊക്കെ വളരെ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ആരെങ്കിലും ആ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടാലോ പിന്നെ ആ പ്രശ്നം മതിയാവും, അവൻ അവിടെ നിന്ന് പുറത്തു പോകാൻ. അത് കേൾക്കുമ്പോൾ അനാമികയ്ക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ശരി, വീഡിയോ വേണ്ട, അവളുടെ അവിടുത്തെ അവസ്ഥ അറിയാൻ വിളിച്ചെങ്കിലും ചോദിക്ക്. വേണു അയാളെ വിളിക്കുന്നുണ്ട്. അയാൾ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വേണു പറയും, അത് പിന്നെ അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാൻ വേണ്ടിയും എന്റെ മോളെ എന്നെ കൊണ്ട് വിളിപ്പിച്ചതാ, അവൾ അവിടെ കിടന്ന് പൊറുതി മുട്ടുമായിരിക്കും അല്ലേ സാറേ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ പറയാനുണ്ടൂടെ വേണു, അവൾക്ക് ഇവിടെ പരമ കഷ്ടകാലമാ, അത് തന്നെയാണല്ലോ വേണ്ടതും. പിന്നെ വേണു, താൻ പറഞ്ഞതുപോലെ ഞാൻ അവളുടെ ഫോണെല്ലാം ചെക്ക് ചെയ്തു, അവളുടെ പിടിച്ചു വാങ്ങിയത് തന്നെയാ. ഇത് കേൾക്കുന്ന വേണു ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ആ ഫോണിൽ നോക്കിയിട്ട് നീ എന്താ കണ്ടത്? അയാൾ പറഞ്ഞു കൊടുക്കും, ഫോണിൽ ഞാൻ കണ്ടതേ ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ്. അതായത് വേണുവിന്റെ മരുമകനുണ്ടല്ലോ അനി, അവനൊരു കില്ലാടി തന്നെയാണ് കേട്ടോ. നിങ്ങളല്ലേ പറഞ്ഞത് ഈ പെൺകുട്ടിയാണ് അയാളുടെ പിന്നാലെ നടക്കുന്നതെന്ന്. പക്ഷെ എനിക്ക് ആ ഫോൺ കണ്ടിട്ട് തോന്നിയത് തന്റെ മരുമകനാണ് നന്ദനയുടെ പുറകെ നടക്കുന്നതെന്നാ. വേണുവിന് ഇത് കേട്ട് പരിഭ്രമാവുന്നുണ്ട്. അതിന് എന്തെങ്കിലും തെളിവ് കണ്ടോ എന്ന് ചോദിക്കുമ്പോ, എന്തിനാടോ വേണു തെളിവ്? ആ പയ്യൻ തന്നെ രാത്രിയും പകലും ഒന്നും ഇല്ലാതെ ആ പെൺകൊച്ചിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവല്ലേ. എന്നാൽ അവളാണെങ്കിലോ ഇവനെ തിരിച്ചു വിളിക്കുന്നതായിട്ട് അധികം കാണുന്നുമില്ല.
അവന്റെ കോളുകളെല്ലാം മാക്സിമം നിങ്ങൾ റിജക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. മെസ്സേജുകളും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. അതായത് ചുരുക്കി പറഞ്ഞാലേ തന്റെ മരുമകൻ തന്നെയാണോ പ്രശ്നക്കാരൻ. അയാൾ ശരിക്കും പറഞ്ഞ ഒരു സൈക്കോയാണ്, സൈക്കോ എന്ന് വെച്ചാലേ അവന് ഈ നന്ദനയോട് മുടിഞ്ഞ പ്രണയമുണ്ട്. ഈ പെണ്ണിന് അങ്ങോട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ വേണു ഇതൊക്കെ കേട്ടിട്ട് പറയും കേട്ടോ, അല്ല സാറേ, അവൾക്ക് അവനോട് മുടിഞ്ഞ പ്രണയമാ, അവളാണ് കൂടുതലും അവനെ സ്നേഹിക്കുന്നത്. അല്ലെന്ന് പറയുന്നുണ്ട് പോലീസുകാരൻ. വേണു അനാമികയോട് ഈ കാര്യം ചെന്ന് പറയുന്നുണ്ട്, നിന്റെ അനിയാണ് നന്ദുവിന്റെ പിന്നാലെ നടക്കുന്നതെന്നും അവൾ ഇങ്ങോട്ടല്ലെന്നും. അനാമിക പറയും, രണ്ടും കണക്കാ അച്ഛാ, അവനും അവളും ഒക്കെ കണക്കാ. എന്തായാലും ഇതൊക്കെ കേട്ട ഷോക്കില് വേണു പറയാനുള്ള കാര്യം പോലീസുകാരനോട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളെ ഒന്നും കൂടെ വിളിച്ചിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, അവൾക്ക് 2 അടി കൂടെ കൊടുക്കണമെന്ന്. എന്നാൽ അത് കേട്ട് പോലീസുകാരൻ പേടിയോട് ചോദിക്കും, അടിയോ? നിങ്ങൾ എന്തൊക്കെയാ വേണു ഈ പറയുന്നത്? എന്ന് വെച്ചാൽ അവളെ തല്ലണമെന്നോ? അയ്യോ, എനിക്ക് അവളെ തല്ലാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്, പക്ഷെ അവരെ കയറി തല്ലാനുള്ള പെർമിഷൻ ഒന്നും എനിക്കില്ലെന്ന് പറയുമ്പോ വേണു പോലീസുകാരനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്, നീ ഈ അവസരം എങ്ങനെയെങ്കിലും പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കി തരണം. ഒരിക്കലും ഒരു പോലീസുകാരി ആവരുത്. ഓക്കെ, ഇത്തിരി നെകളിപ്പ് കൂടുതലാ. ഞങ്ങളെ തന്നെ അവളെ എത്ര തവണ തല്ലിയിട്ടുണ്ടെന്നറിയോ? അങ്ങനെയുള്ള അവളൊക്കെ ഒരു പോലീസുകാരി ആയാലേ ഈ രാജ്യം തന്നെ ഭരിച്ചെന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ സാറേ പറഞ്ഞത്, എന്റെ കയ്യിലെ ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. വേണുവിനോട് ആ ഐഡിയ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അയാള്. ഇപ്പൊ വേണു പറഞ്ഞു കൊടുക്കും, അത് സാറേ, സാർ അവളോട് മോശമായ രീതിയിൽ പെരുമാറണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവള് തീർച്ചയായിട്ടും പ്രതികരിക്കും. അവളുടെ ചരിത്രം അങ്ങനെയാ. അവള് നിന്നെ എന്തായാലും തിരിച്ചടിക്കും. എന്നാൽ ഈ അടിക്കുന്നതോ നിനക്ക് പരിചയമുള്ള ആരെയെങ്കിലും നിർത്തി അവരെ കൊണ്ട് കാണിപ്പിക്കണം. ഒരു തെളിവിന് വേണ്ടിയിട്ട് കോടതി വരെ ഈ വിഷയം എത്തിക്കണം. തെളിവുള്ളത് കൊണ്ട് തന്നെ അവള് ജയിലാവുകയും ചെയ്യും. അവൾക്ക് ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങേണ്ടിയും വരും. ഇങ്ങനെയൊക്കെ സംഭവിച്ചാ ഈ ജന്മത്തെ അവൾക്ക് പോലീസുകാരിയാവാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ കേൾക്കുമ്പോ പോലീസുകാരനാണെങ്കിലും ഈ ഐഡിയ കൊള്ളാമെന്ന് തോന്നിപ്പോകുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, വർക്കൗട്ട് ആവുക ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ശ്രമിക്കാമെന്ന് തന്നെ പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും വേണുവിനോട് ഈ ട്രെയിനർ ഇങ്ങനെ സംസാരിക്കുന്നതെല്ലാം പുറകിൽ നിന്ന് 2 പോലീസ് ഓഫീസേഴ്സ് കേൾക്കുന്നുണ്ട് കേട്ടോ. ട്രെയിനർ ആണെങ്കിൽ ഇതൊന്നും അറിയുന്നേ ഇല്ല. അങ്ങനെ വേണുവിനോട് സംസാരിച്ചിട്ട് ട്രെയിനിങ് ഓഫീസർ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് പുറകിലെ 2 പോലീസ് ഓഫീസേഴ്സ് നിൽക്കുന്നതായിട്ട് അയാൾ കാണുന്നത്. അപ്പൊ അവരെ കാണുന്നതോടെ ഇയാൾ ആകെ ഒന്ന് ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ഇവരിതെല്ലാം കേട്ടൊന്നും അയാൾക്ക് അറിയില്ലല്ലോ. അപ്പൊ അവര് പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ കാര്യങ്ങളെല്ലാം കേട്ടു സർ. പിന്നെ ഇവിടുത്തെ ഓരോരുത്തരുടെയും മൊഴികള് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നന്ദന എന്ന ആ കുട്ടിയുടെ റൂംമേറ്റിന്റെ മൊഴിയും അതുപോലെ ഇവിടെയുള്ള എല്ലാ ആൾക്കാരുടെയും മൊഴികളും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്കെതിരാണ്. നിങ്ങൾ ആ കുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതിനെല്ലാം തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പതേ നിങ്ങൾ വേണുവുമായിട്ട് സംസാരിക്കുന്നതും ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ട്രെയിനിങ് ഓഫീസറും അങ്ങോട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. ഇതിനിടയിൽ ഈ പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിൽ ട്രെയിനിങ് ഓഫീസറുടെ കയ്യിൽ നിന്ന് അയാളുടെ ഫോണും തട്ടിപ്പറിച്ച് വാങ്ങുന്നുണ്ട്. സാർ, എനിക്ക് എന്റെ ഫോൺ വേണമെന്ന് പറഞ്ഞ് അയാൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും താൻ പുറത്തോട്ട് വാ എന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോവുകയാണ്. ട്രെയിനർ പുറത്തു വരുമ്പോഴേക്കും ബാക്കിയുള്ള കുറെ പോലീസ് ഓഫീസേഴ്സും അവിടേക്ക് വരുന്നുണ്ട്. ഇവരെ എല്ലാം കാണുമ്പോഴേക്കും ഇയാൾ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് അയാളുടെ ഫോൺ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ആ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളെല്ലാം കാണുന്നത്. അതായത് നന്ദുവിനെ കൊണ്ട് ഇയാള് ഓവറായിട്ട് ട്രെയിൻ ചെയ്യിക്കുന്നതും വഴക്ക് പറയുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ്. അത് മാത്രമല്ല, വേണുവിനോട് സംസാരിക്കുന്ന ഓഡിയോയും ഇതിലുണ്ട്. വേണു പറയുന്നുണ്ടല്ലോ, അവളെ എന്തായാലും SI ഒന്നും ആക്കാൻ സമ്മതിക്കരുത്, അവിടെ നിന്ന് എങ്ങനെയും ഓടിച്ചു വിടണം, അതിന് എത്ര പൈസ വേണമോ അതൊക്കെ ഞാൻ തരാമെന്നും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഓഡിയോസും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും പോലീസുകാർക്കൊക്കെ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അയാൾ ഈ ട്രെയിനിലൂടെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, തനിക്ക് നാണം ഇല്ലേടോ? ഇതിലും വലിയൊരു നാണക്കേട് ഇനി എന്താ ഉള്ളത്? ഏതായാലും തനിക്കുള്ള സസ്പെൻഷൻ ഓർഡർ ഇപ്പൊ വരും, അതും കൈപ്പറ്റി ഇവിടുന്ന് പോകാൻ നോക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ അവര്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ട്രെയിനിങ് ഓഫീസർ ചോദിക്കുന്നുണ്ട്, സർ, അതിന് എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്തത് ആരാ? അതും ചോദിച്ചുകൊണ്ട് നന്ദുവിനെ ഒന്ന് നോക്കുന്ന സമയം പോലീസുകാരാണെങ്കിൽ അയാളോട് പറയുന്നുണ്ട്, താൻ നന്ദുവിനെ നോക്കണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. നന്ദു ഒന്നുമല്ല കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നന്ദു ഏത് കുടുംബത്തിലെ കുട്ടിയാണെന്ന് തനിക്ക് അറിയാമോ? താൻ അനന്തപുരി എന്ന് കേട്ടിട്ടുണ്ടോ? മൂർത്തീസ് ജ്വല്ലേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ആ കുടുംബത്തിലെ കുട്ടിയാണ് ഇവളും. അതുകൊണ്ട് തനിക്ക് എന്തായാലും ഈ കേസിൽ നിന്ന് അങ്ങനെയൊന്നും ഓരിപ്പോകാൻ പറ്റില്ല. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരാവശ്യം തനിക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ നന്ദുവിന്റെ മുത്തശ്ശനല്ലേ മൂർത്തി സാർ, അദ്ദേഹമാണ് തനിക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം DGPക്കാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ വരാതിരിക്കാൻ കഴിയില്ലായിരുന്നു. ഞങ്ങളിവിടെ വന്നപ്പോ തന്നെ
നിങ്ങളെ തെളിവുകളോട് തന്നെ പിടികൂടുകയും ചെയ്തല്ലോ. സോ ഇനി ഞങ്ങൾ കാര്യങ്ങളെല്ലാം കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. തന്റെ സസ്പെൻഷൻ മിക്കവാറും ഡിസ്മിസിൽ തന്നെ ആകും, അതിനുള്ള ചാൻസ് ഉണ്ട്, അതൊക്കെ കോടതി തീരുമാനിച്ചോളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോലീസ് ഓഫീസേഴ്സ് ഈ ട്രെയിനിങ് ഓഫീസറെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അവിടെ നിന്നും നന്ദുവിനെയാണെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പ്രവേശിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ട്രെയിനറുടെ ക്രൂര പീഡനങ്ങൾ മൂലം നന്ദുവിന് കൂടുതലായിട്ടുള്ള ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചതിന് ശേഷം ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവിടെ നിന്നും തിരിച്ച് ക്യാമ്പിലോട്ട് തന്നെ വിടുന്നുണ്ട്. ഏതായാലും തനിക്ക് പാരയായി നിന്നിരുന്ന ആ ട്രെയിനിങ് ഓഫീസറെ മൂർത്തി സാർ ഇടപെട്ട് അയാൾക്ക് തക്ക ശിക്ഷ വാങ്ങിക്കൊടുത്തതിൽ മൂർത്തി മുത്തശ്ശനെ വിളിച്ച് നന്ദിയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ നന്ദു. യഥാർത്ഥത്തിൽ നന്ദുവിന്റെ അവിടുത്തെ ആ അവസ്ഥ മനസ്സിലാക്കി നന്ദുവിന്റെ കൂട്ടുകാരി തന്നെയാണ് മൂർത്തി മുത്തശ്ശനോട് ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നത്. കൂട്ടുകാരിയോടാണെങ്കിലും എന്തെന്നില്ലാത്ത നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ നന്ദു പിന്നീട് അറിയിക്കുന്നുണ്ട്. അങ്ങനെ നന്ദു ട്രെയിനിങ് ഓഫീസർ പോയതിന്റെ ആ ഒരു സന്തോഷത്തിലും അതുപോലെ ഇനി തനിക്ക് എന്തായാലും ഒരു SI ആയി തിരിച്ചു വന്നേ മതിയാകൂ, ഇതിനെല്ലാം കാരണക്കാരായ വേണുവിനും അനാമികയ്ക്കും ഒക്കെ നല്ലൊരു തിരിച്ചടി കൊടുക്കാൻ എങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നും നന്ദുവിന് ബോധ്യമാവുകയാണ്. ഒരു പോലീസ് ഓഫീസറായി തിരിച്ചു വരാനുള്ള വാശിയും ആർജവും വീണ്ടെടുക്കുകയാണ് കേട്ടോ നമ്മുടെ നന്ദു.